നാരായണ നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീ തിരുമംഗലത്തെ ദേവരേ ശരണം. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഷഷ്ഠസ്കന്ധം 12-ാമത്തെ അധ്യായം. വൃത്രവധം ഇതിൽ പറയണം. വൃത്രന് ഭഗവത് സ്മൃതി ഹരേ എന്ന് വിളിച്ചപ്പോൾ കിട്ടി. ഇന്ദ്രനെയാണ് വിളിച്ചത് എങ്കിലും അത് സ്മൃതി ഭഗവാനായിട്ട് മാറി. അതാണ് ഉപാസനയുടെ ഫലം. 1,00,000 വർഷം അനന്തഭഗവാന്റെ ഗുണഗണ ലീലകളെ മുഴുവൻ പാടി നടന്ന് അവസാനം മുക്തിപഥത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രീപാർവതിയുടെ ഒരു അനുഗ്രഹമാകുന്ന ശാപം, ആസുരഭാവം സ്വീകരിച്ച ഒരു പുണ്യാത്മാവാണ്. നാരദൻ്റെ ശിഷ്യനാണ്, അങ്കിരസൻ്റെ ശിഷ്യനാണ് ഈ വൃത്രൻ. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് പോലും ഇപ്രകാരത്തിൽ ധർമ്മത്തെ പറയാൻ സാധിച്ചത്. ഭഗവാങ്കിലെത്താൻ വൈകി എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഇന്ദ്ര എന്നെ കൊല്ലണില്ല? ഭഗവാന്റെ തേജസ്സല്ലേ വജ്രായുധത്തിലുള്ളത്. നിനക്കാണല്ലോ എന്നെ കൊല്ലാനുള്ള യോഗം. അത് നിന്റെ നിയോഗമല്ലേ, അത് ചെയ്യല്ലേ വേണ്ടു. ഞാൻ എന്താ അത്ര താമസിക്കാനുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് കാലതാമസം വരണോ? ഭഗവാൻ ഇന്ദ്രന് കൊടുത്ത ഈ വജ്രം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, യുദ്ധജയം ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഒരു പ്രേരണയും തരണില്ല. മാത്രമല്ല, എനിക്ക് മരിച്ചാൽ മതി, എന്നാലേ വിഷ്ണുവിൽ എത്താൻ സാധിക്കുള്ളൂ. മോക്ഷം കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ ഭഗവാൻ തരുന്നതാണ്. യഥാർത്ഥ ഭക്തൻ അങ്ങനെ മാത്രമേ ചിന്തിക്കുള്ളൂ. അതിനാൽ വൃത്രൻ ശരീരം ത്യജിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് ശൂലം പൊന്തിച്ചു, ഇന്ദ്രനോട് വെല്ലുവിളിച്ചു, ശൂലം പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ദ്രൻ വജ്രം കൊണ്ട് അതിനെ മുറിച്ചു. ശൂലം എടുത്തതായിട്ടുള്ള വലത് കൈ ആദ്യം മുറിച്ചു. അപ്പോൾ ഇടത് കൈ കൊണ്ട് പരിഘമെടുത്തു. കയ്യും പരിഘവും ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് മുറിച്ചിട്ടു. പക്ഷേ ഈ വൃത്രാൻ്റെ ഈ പരിഘ പ്രയോഗം അത് ഇന്ദ്രൻ്റെ മേൽ കൊണ്ടു, ഇന്ദ്രൻ്റെ താടിയിൽ കൊണ്ടു. പിന്നെ ആനയ്ക്കും ഐരാവതത്തിനും കുറച്ചൊന്ന് കിട്ടി. ഇന്ദ്രൻ വീണു, വജ്രായുധം തെറിച്ചുപോയി. ദേവന്മാർ വൃത്രനെ പ്രശംസിച്ചു എന്നാണ്. ഇന്ദ്രനോട് കഷ്ടം വെച്ചു. ഇന്ദ്രൻ ലജ്ജിച്ച് വജ്രായുധം എടുക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ വൃത്രൻ പറഞ്ഞു, ഇന്ദ്ര വരൂ, വജ്രായുധം എടുക്കൂ, എന്നെ കൊല്ലു, ദുഃഖിക്കണ്ട, വിഷ്ണു കൂടെ ഉണ്ടല്ലോ. നമ്മളെല്ലാം അസ്വതന്ത്രരാണ്. ഇന്ദ്രനെ ഉപദേശിക്കുകയാണ് വൃത്രൻ. ഭഗവാനാണ് ജയിക്കുന്നത്, എവിടെ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. ഭഗവത് ഇച്ഛ നാം ചെയ്യണം. നീ എന്നെ കൊല്ലും, ഞാൻ മരിക്കും ചെയ്യും. കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ നിയോഗമാണ് ഇത്. കർമ്മം ഭഗവാനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരണ തരുന്നത്, ശക്തിയും തരണത്. അപ്പം അതുകൊണ്ട് ഭഗവാനെ നിനക്ക് അറിയില്ല. നീ ശരിക്കും ഇപ്പം സത്യം പറഞ്ഞാൽ തോറ്റിരിക്കുകയാണ്. ഞാനാണ് ജയിച്ചെടുക്കണത്. നീ തോൽവി സമ്മതിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാൻ നിന്റെ കൂടെയാണ് ഉള്ളത്. അത് നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അത്രയേ ഉള്ളൂ. നീ എന്നെ കൊല്ലു വേഗം. ഈ ശരീരം ജഡമാണ്, ഇതിന് യാതൊരു പ്രാധാന്യമില്ല. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ ഭരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അനുസരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 24 തത്വങ്ങളും ഭഗവത് നിയന്ത്രിതമാണ് എന്നുള്ളത് അറിയൂ. ഈ സൃഷ്ടിയാദികൾ ചെയ്യുന്നത് ഭഗവാനല്ലേ, പ്രളയം ഭഗവാനല്ലേ നിശ്ചയിക്കുന്നത്. അപ്പം മരണം ഭഗവാനല്ലേ നിശ്ചയിക്കുക. കാലസ്വരൂപിയായിട്ടുള്ള ഈ ഭഗവാനെ നമ്മൾ അറിയുക, അനുസരിക്കുക. ഈശ്വര അനുകൂലമാണ്. കീർത്തിയായാലും അതേപോലെ മറ്റ് എന്തൊക്കെ ജീവിതത്തിൽ ലാഭം കിട്ടണോ അതൊക്കെ, മുക്തിയായാലും അതന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്നുള്ള തോന്നലില്ലാതെ കണ്ട് നീ എന്നെ വധിച്ചോളൂ. ദുഷ്കീർത്തി സ്വന്തം കർമ്മഫലമായിട്ടാണ് ലഭിക്കുക. ഇന്ദ്ര, അത് നിനക്ക് എന്നെ കൊന്ന എന്തായാലും കിട്ടും. വിശ്വരൂപനെ കൊന്നിട്ട് നിനക്കിപ്പോൾ ബ്രഹ്മഹത്യാപാപം കിട്ടി. അത് സ്വീകരിക്കാൻ 4 ആളുണ്ടായി. എന്നെ കൊന്ന അതും പോലും കിട്ടില്ല.
നീ ശരിക്കും കഷ്ടപ്പെടും, നോക്കിക്കോ. പക്ഷെ എന്നെ കൊല്ലാതിരിക്കരുത്, എന്നെ വേഗം കൊല്ലേ. ജീവിതവും മരണവും തുല്യമായിട്ട് കാണണം. ലൗകിക മോഹം അത് അവിദ്യ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്. ഈ സംശയം എന്തിനാ നിനക്ക്? ഞാനില്ലാത്തതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടാവണതേ. ഉറച്ച വിശ്വാസമില്ല, അതുകൊണ്ടാണ്. ആത്മാവാണ് ഞാൻ എന്ന് അറിയൂ. എന്നാൽ പിന്നെ ദ്വന്ദ്വമുണ്ടോ? എൻ്റെ ഒരു കൈ ഇതാപ്പം നീ വെട്ടിക്കഴിഞ്ഞു, ഞാൻ ദുഃഖിച്ചില്ലല്ലോ. അത് ഭഗവാന്റെ കൃപയാണ്. ആ കൈ എന്ത് നീ ദ്രോഹം ചെയ്യില്ലല്ലോ. നീ എൻ്റെ മറ്റേ കൈയും കൂടിയും അറക്ക്, എന്നെ കൊല്ല്. മരിക്കുവോളം ഞാൻ യുദ്ധം ചെയ്യും, അത് സംശയമില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നീയും അതുപോലെ ചെയ്യൂ. യുദ്ധം ഒരു ചൂത് പലകയാണ്. യുദ്ധക്കളം ഒരു ചൂതുകളി. അപ്പം എന്താ അത്? യുദ്ധക്കളം ചൂതുകളിയാണ്, യുദ്ധം പലകയാണ്. പണയം അവിടെ പ്രാണനാണ്, ശരം ചൂതുകളാണ്. ഈ ആന കുതിര എന്നുള്ള ഉപയോഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പലകയാണ്. അതിലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക നമ്മൾ, വേറൊരു രക്ഷയില്ല. അതുകൊണ്ട് ആര് ജയിച്ചാൽ എന്താ, തോറ്റാൽ എന്താ? ജയിച്ചാൽ സ്വർഗം കിട്ടും, തോറ്റാൽ മുക്തിയല്ലേ. നമ്മൾ തിരിച്ചാ ചിന്തിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രപദവി കിട്ടും, തോറ്റു കഴിഞ്ഞാൽ മരിക്കുകയാണല്ലോ ചെയ്യുക, അപ്പോൾ മുക്തി കിട്ടും. ഇവിടെ രണ്ടായാലും വൃത്രനെ സംബന്ധിച്ച് മുക്തിയാണ്. കാരണം ഇന്ദ്രപട്ടം വേണ്ടാന്ന് നേരത്തെ പറഞ്ഞു. ബ്രഹ്മലോകത്തിലെ ബ്രഹ്മാവായിട്ടിരിക്കുക, അതും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടേ. അപ്പം അതുകൊണ്ട് വൃത്രൻ്റെ ഈ വാക്ക് കേട്ട് ഇന്ദ്രൻ വൃത്രനെ വളരെയധികം ബഹുമാനിച്ചു. ആനപ്പുറത്ത് നിന്നിറങ്ങി മറ്റേ വജ്രം എടുത്തു, പറഞ്ഞു, അല്ലയോ വൃത്ര, നീ സിദ്ധൻ തന്നെയാണ്. ഈ അവസ്ഥയിൽ ഭക്തി ഉണ്ടായാലോ, ഇതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഭഗവാനിൽ ഭക്തിയുള്ള അങ്ങ് ശരിക്കും ഭഗവാനിൽ ലീനനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ രജസ്തമോ ഗുണങ്ങളില്ലാതെ കണ്ട് ഈ അസുരനായിരുന്നിട്ട് കൂടി, യുദ്ധരംഗത്തായിരുന്നിട്ട് കൂടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത്. നിഷ്കളങ്ക ഭക്തി ഇത് എങ്ങനെ കിട്ടിയേ? അങ്ങക്ക് സ്വർഗത്തിന് അർഹതയുണ്ട്, പരമഭക്തനല്ലേ അങ്ങ്. ഇന്ദ്രപതി വെറും പൊട്ടക്കുഴിയ, അത് ഇന്ദ്രന് പോലും സമ്മതമല്ല. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രപദവി പൊട്ടക്കുഴിയാട്ടോ. കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമുക്കറിയാലോ. ഇന്ദ്രൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1000 കൊല്ലം താമരത്തണ്ടിൽ ആഹാരം കഴിക്കാതെ കണ്ടിരിക്കണേ. നഹുഷനെ ഇനി ഭരിക്കാൻ പോണം. അപ്പോൾ വീണ്ടും വീണ്ടും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, നീ യുദ്ധം ചെയ്യേ എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങി. ഇടത്തെ കൈ മുറിച്ചിട്ടു. പുഴ പോലെ 2 കൈയിൽ നിന്ന് രക്തം ഇങ്ങനെ ചുടാന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിറക് മുറിച്ച പർവ്വതം എങ്ങനെയാ, അതേപോലെയാണ് ഓടി വരണം. വൃത്രൻ അപ്പോൾ വായ പിളർന്നു കേട്ടോ. കാലുകൊണ്ട് വന്നപ്പോൾ കാല് 2 മുറിച്ചിട്ടു, പിന്നെ വായ പിളർന്നു. താടി ഭൂമിയിൽ ഇങ്ങനെ മുട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മേൽച്ചുണ്ട് ആകാശത്ത്, കീഴ്ച്ചുണ്ട് ഭൂമിയിൽ. എന്നിട്ട് ഐരാവതത്തോടു കൂടിയിട്ട് ഇന്ദ്രനും വജ്രായുധമൊക്കെ അതിൽ പെട്ടു. അങ്ങനെയാണ് വിഴുങ്ങി. ദേവന്മാരൊക്കെ വല്ലാതെ കണ്ട് പരിഭ്രമിച്ചു, ഹാഹാകാരം വെച്ചു. അപ്പോൾ നാരായണ കവചത്തിൻ്റെ രക്ഷയുണ്ട്. വജ്രായുധത്തിൻ്റെ അതൊരു എന്താ പറയേണ്ടത്, വജ്രായുധം കയ്യിലുള്ള ഇന്ദ്രന് തോൽവി എന്നുള്ളത് സംഭവിക്കില്ല, മരണം എന്നുള്ള ഇന്ദ്രന് ഇല്ല. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ രക്ഷയാണത്. ഇന്ദ്രൻ മരിക്കില്ല. അപ്പം ഇന്ദ്രൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? വജ്രായുധം പ്രയോഗിച്ചു, വയറ് തുരന്നു, എന്നിട്ട് പുറത്തേക്ക് കടന്നു. പിന്നെ വൃത്രനൊന്നുമില്ല, വയറ് തുറന്നു, 2 കാലും ഇല്ല, 2 കയ്യും ഇല്ല, ഇനി തല മാത്രമേ വെട്ടാളൂ. അപ്പോൾ വജ്രായുധം കൊണ്ട് ഇങ്ങനെ വെട്ടാൻ തുടങ്ങി. 1 കൊല്ലം വേണ്ടി വന്നു. അങ്ങനെ ചുറ്റോറും വെട്ടി 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 അരിഞ്ഞ് കളയാൻ 1 കൊല്ലം വേണ്ടി വന്നു എന്നാ. അങ്ങനെ കഴുത്ത് വേർപെട്ടു. ആ വൃത്രൻ ഏകാന്ത ഭക്തിഭാവത്തിലാണ് നിൽക്കുന്നത് ആ സമയത്ത്. അപ്പോൾ മരിച്ചതോട് കൂടിയിട്ട് ഭഗവാങ്കലിക്കാണ് ചെന്ന് ചേർന്നത്. കൊന്നത് ഇന്ദ്രനാ. എന്നിട്ട് ഭഗവാങ്കൽ ചെന്ന് ചേർന്നു. ഭഗവാന്റെ തേജസ് ഈ വജ്രായുധത്തിലുണ്ട്. മാത്രമല്ല വൃത്രാരി എന്ന് പേരും കിട്ടി ഇന്ദ്രന്. പുഷ്പവൃഷ്ടി, പാട്ട്, കൊട്ട, നൃത്തം, വലിയ ഘോഷം. പരീക്ഷത്തെ ഈ വൃത്രൻ്റെ ജീവ ചൈതന്യം ഉണ്ടല്ലോ, അത് ഭഗവാനിലാണ് ലയിച്ചപ്പോഴേ പുനരാവൃത്തി ഇല്ലാത്ത ഭാവത്തിൽ സായുജ്യമാണ് കിട്ടിയത് കേട്ടോ. ഇത്രയും ഭാഗ്യം ചെയ്ത മറ്റൊരു അസുരൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് വേദത്തിൽ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഈ വൃത്രൻ്റെ കഥ, ഇന്ദ്രൻ്റെ ജയം
ഇന്ദ്രൻ്റെ പിന്നീടുള്ള തപസ് ഒക്കെ പറയാനുള്ള കാരണേ, വൃത്രൻ മരിച്ചപ്പോൾ 3 ലോകത്തിനും സുഖം കിട്ടി. ഇന്ദ്രൻ ഒഴികെ ബാക്കി എല്ലാവരും സുഖിച്ചു എന്നാ. കാരണം ഇവിടെ ബ്രഹ്മഹത്യാഭാവമുണ്ട്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്ഥലത്തെത്തി. അപ്പോൾ പരീക്ഷിച്ച് ചോദിക്കുക, ഇന്ദ്രന് ഈ ദുഃഖം വരാൻ എന്താ കാരണം? അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, വൃത്രൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ഈ ദേവന്മാരെ, പിതൃക്കള്, മനുഷ്യരെ ഒക്കെ ഇന്ദ്രനോട് പരാതി പറഞ്ഞു. വൃത്രവധത്തിന് ഇന്ദ്രൻ തയ്യാറായില്ല. ഒരു ഘട്ടത്തിൽ എനിക്ക് വിശ്വരൂപനെ കൊന്നിട്ട് തന്നെ ഇപ്പോൾ ബ്രഹ്മഹത്യാപാപം അത് ഏറ്റെടുക്കാൻ ആളുണ്ടായി. യാഗാദികളെ കൊണ്ടൊന്നും ആയില്ല. 4 പേരെ ഏറ്റെടുത്തുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടത്. അതിനി ഭാവിയിലേക്ക് എന്നും അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയും ഒരു ബ്രഹ്മഹത്യാപാപം എനിക്ക് വയ്യ. അപ്പോൾ ഋഷികൾ പറഞ്ഞു, ഞങ്ങൾ യാഗം ചെയ്തിട്ട് വീണ്ടും രക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഇല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടല്ലോ. കാരണം ഈ വൃത്രനെ വധിക്കാൻ ഇന്ദ്രനല്ലാണ്ട് വേറെ ആൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഋഷിമാർ സപ്പോർട്ട് ചെയ്തത് അത്രയേ ഉള്ളൂ. ഏതായാലും വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ രംഗസജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. വൃത്രനെ വധിച്ചു. ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനെ പിടികൂടി. അപ്പോൾ പിന്നെ ഉറപ്പായില്ലേ, ഇന്ദ്രൻ ദുഃഖിച്ചു. എവിടെ ചെന്നിട്ടും ഈ ബ്രഹ്മഹത്യ ഒഴിവാവണില്ല. പലതും ചെയ്തു നോക്കി, എന്ത് ചെയ്തിട്ടും പേടിപ്പെടുത്തുന്നുണ്ട്. സ്വൈരല്ല, സ്വർഗസുഖമില്ല, മദ്യം കുടിച്ചു നോക്കി, സ്ത്രീ പറ്റണില്ല, അപ്സരസൊന്നും പോരാ. ചണ്ടാലി രൂപത്തിൽ തീക്ഷ്ണമായിട്ടുള്ള ദുർഗന്ധത്തോട് കൂടിയിട്ട് ബ്രഹ്മഹത്യ അത് ബാധിച്ചിറക്കണം. ഓടി ദിക്കിലൊന്നും ശരണമില്ല. ഇനി ഓടാനൊരു സ്ഥലമില്ല. അങ്ങനെ ഓടി ഓടി മാനസ സരസിലെത്തി. അവിടെ ചെന്നപ്പോൾ ഈ സരസിൽ നടുക്കായിട്ടാണ് താമര, അതിൻ്റെ മുകളിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്. ബ്രഹ്മഹത്യാ പാപത്തിന് ഈ സരസിലേക്ക് പ്രവേശനമില്ല. തീയാണ്, അത് കെടും. അപ്പോൾ താമര തണ്ടിലേക്ക് കയറി. ഇന്ദ്രൻ ആരും അറിയാതെ കണ്ട് അവിടെ ഒളിച്ചിരുന്നു. അമ്മ പോലും അറിഞ്ഞിട്ടോന്ന് നിശ്ചയില്ല. അല്ലെങ്കിൽ അമ്മ അറിഞ്ഞു നടിച്ചില്ല, അത്ര കുട്ടിയാണ്. ഏതായാലും അവിടേക്ക് ബ്രഹ്മഹത്യക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഇന്ദ്രൻ അവിടെ ഇരുന്നു. ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. കയ്യിലൊന്നും ഇല്ല. ഇനി ആഹരിക്കാൻ യാതൊന്നുമില്ല. മറ്റേ ഒരു സംഘമില്ല. അപ്പോൾ തപസ്സായിട്ട് മാറിയത് 1000 കൊല്ലം. അവിടെ ആ ജലത്തിൽ യാഗപൂജാദികളോ ഹവിസോ ഹോമോ ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റാതെ കണ്ട് അവിടെ ഇരുന്നു. ബ്രാഹ്മണർ ചെയ്യണ ഈ യാഗപൂജാദികളൊക്കെ മറ്റ് ദേവന്മാർക്കൊക്കെ സുഖമായിട്ട് ആഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇന്ദ്രൻ പട്ടിണിയായി. എന്താ ചെയ്യുക? ബ്രഹ്മഹത്യ പുറത്ത് കാവലും ശരിക്കും കുടുങ്ങി. ഇങ്ങനെ 1000 കൊല്ലം കഴിയേണ്ടി വന്നു എന്നാണ്. അപ്പോൾ ലക്ഷ്മിയുടെ അടിയിൽ ആഹാരമില്ല, നിദ്രയില്ല, ശരിക്കും സംഘമില്ല, തപസ് തന്നെ. അപ്പോൾ ഇന്ദ്രൻ എവിടെയെന്ന് എല്ലാവരും അന്വേഷിച്ചു. ആർക്കും മനസ്സിലായില്ല ഇന്ദ്രൻ എവിടെയാന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ സൂര്യവംശ രാജാവായിട്ടുള്ള നഹുഷൻ ആ സമയത്ത് 100 യാഗം ചെയ്തുള്ള സമയം. വസിഷ്ഠൻ ഗുരുവാണ്. അപ്പോൾ വസിഷ്ഠനോട് പറഞ്ഞിട്ട്, എന്നാൽ അദ്ദേഹത്തിനെ നമുക്ക് ഇന്ദ്രൻ്റെ പകരത്തിന് നിയമിക്കാം, അങ്ങനെ പറ്റില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രനാവാൻ യോഗ്യത ഉണ്ടായതുകൊണ്ട് അത് ചെയ്യാം. പുരന്ദ്രൻ എന്നുള്ള ഇന്ദ്രൻ വരട്ടെ, അതുവരെ നമുക്ക് നോക്കാം. അപ്പോൾ 1000 കൊല്ലത്തെ അർഹതയുണ്ട് രാജാവായിട്ട്, ഇന്ദ്രനായിട്ട് ഭരിക്കാനുള്ളത്. അങ്ങനെ ഇന്ദ്രനാക്കി. നഹുഷൻ ഭരിച്ചു 1000 കൊല്ലം. അവസാന കാലത്ത് ഈ 999 കൊല്ലവും കഴിഞ്ഞു. പിന്നീട് കുറച്ച് കാലം, ഇനി 1 മാസം ഉണ്ടോയെന്ന് വെച്ചാൽ എന്തായാലും അത്രയേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഇന്ദ്രനാണ് എന്നൊരു തോന്നൽ വന്നു. കാരണം ഇതന്നെ അനുഭവിച്ചിട്ട് എല്ലാവരും വന്നിട്ട് ബഹുമാനിക്കുകയാണ്, സപ്തർഷികൾ ഉൾപ്പെടെ. ദേവരാജാവിന് പവർ വേറെയാണ്. അപ്പം എല്ലാവരും വന്നിട്ട് കുമ്പിടും. അത് ആ പദവിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കഴിവുകളൊക്കെ മറ്റുള്ളവർക്കാണ് കൂടുതൽ. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നഹുഷനായാലും ഇവിടെ ഇന്ത്യയിലെ രാജാവാണ്, വെച്ചാൽ ഭാരതത്തിലെ രാജാവാണ്. സൂര്യവംശ രാജാവാണ്, ഭൂമി ഭരിക്കണ ആളാണ്. അവിടെ സ്വർഗത്ത് പോയിട്ട് ഇന്ദ്രനായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമസ്കാരം പോരല്ല, അഗ്നിദേവനൊക്കെ വന്നിട്ട് നമസ്കരിക്കുകയാണ്. ബ്രഹ്മാവസ്ഥയിൽ അഗ്നി. അപ്പോൾ താനാ കേമെന്ന് തോന്നി. പക്ഷേ 1000 കൊല്ലം കഴിഞ്ഞിട്ടേ തോന്നിയുള്ളൂ കേട്ടോ, നല്ല കാലം. ഏതായാലും ഇന്ദ്രാണി എനിക്ക് അർഹതപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആണെന്നും പറഞ്ഞില്ല, അല്ലാന്നും പറഞ്ഞില്ല. ആരും ആണ് എന്ന് സ്വയം നിശ്ചയിച്ചു. അങ്ങനെയാ. ഏതായാലും എനിക്ക് ഇന്ദ്രാണിയെ വേണം. വിവരം ഇന്ദ്രാണിയുടെ അടുത്ത് എത്തി. ഇന്ദ്രാണി പെട്ടു. ബൃഹസ്പതിയോട് പറഞ്ഞു, ഇങ്ങനെ ഇന്ദ്രൻ പറയണ്ട, ഞാൻ എന്താ ചെയ്യാ ചോദിച്ചു. എൻ്റെ ഭർത്താവ് എവിടെ എനിക്ക് വിശ്വമില്ല. അപ്പോൾ ഒരു കാര്യം ചോളൂ, പേടിക്കണ്ട,
സപ്തർഷികളെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചിട്ട് ആ പല്ലക്കിൽ കയറിയിട്ട് വരാൻ പറ്റിച്ചാൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞോളൂ എന്നൊരു ന്യായം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. ഇവർ വീണ്ടും നഹുഷൻ അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ശരി വേണം, ഇങ്ങനെയൊക്കെ ആവാം, ഋഷിമാർ ചുമക്കണം എന്നാലേ ഞാൻ വരൂ എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ വരണം അങ്ങ് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക്, ഋഷിമാരാൽ ചുമക്കപ്പെടുന്ന പല്ലക്കിൽ ഇരുന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ, എന്നാലേ എന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആവാം, വിരോധമില്ല, ഇനിയിപ്പോൾ എൻ്റെ ബാല്യക്കാരാണല്ലോ സപ്തർഷികളെ എന്നെല്ലാം നഹുഷൻ പറയുകയും ചെയ്തു. ഇപ്പം ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി. ഇന്ദ്രാണിയും അതേപോലെ തന്നെ ഇന്ദ്രനും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് അത് വഴിയൊരുക്കി. ഇന്ദ്രൻ ബൃഹസ്പതി പറഞ്ഞതെല്ലാം ചെയ്തോളാൻ വേണ്ടിയിട്ട് ഇന്ദ്രാണിക്ക് അനുവാദം കൊടുത്തു. 1000 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഋഷിമാരുടെ യാഗാദി ഫലങ്ങളെ കൊണ്ട് ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാപാപം തീർന്നു. ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട്, വരത്തോട് കൂടിയിട്ട്, അനുവാദത്തോട് കൂടിയിട്ട് ആ മാനസരസിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇന്ദ്രൻ ഇവിടെ എത്തി. അപ്പോൾ ഇന്ദ്രൻ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള രംഗമാണ് ഈ പല്ലക്കിൽ ചുമന്നിട്ട് നഹുഷൻ ഇങ്ങനെ പോവുക. പോണത് ഇന്ദ്രാണിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇവരൊന്നും ഈ പ്രാണിഹിംസ ചെയ്യില്ല, ജഡഭരതനെ പോലെയാ. അപ്പം മെല്ലെ മെല്ലെ നടക്കൂ ഇവരൊക്കെ, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലേ. ഇത് ചുമലിലുണ്ട് എന്നല്ലാണ്ട് അത് അവർക്കിട്ട് ഭാരമല്ല. ഇന്ദ്രൻ്റെ ദുഷ്ടതയാണ് ഇത്തിരി ഭാരം, അത് ഇവരുടെ പുണ്യം കൊണ്ട് അത് തീരും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് പ്രശ്നമില്ല. അങ്ങനെ മെല്ലെ മെല്ലെ നടക്കുമ്പോൾ ഇന്ദ്രന് ഈ നഹുഷന് സ്പീഡ് പോരാ. അപ്പം അതുകൊണ്ട് നോക്കിയപ്പോൾ അഗസ്ത്യൻ കുറച്ച് കൊള്ളനാ, അവിടെ കുറച്ച് ചാട്ടമൊക്കെ ഉണ്ടേനി. വേഗം നടക്കൂ എന്ന് പറഞ്ഞു, കൂട്ടാക്കിയില്ല, കൊടുത്തു ഒരു ചവിട്ട്. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സർപ്പ എന്നല്ലേ പറഞ്ഞു, എന്നാൽ നീ സർപ്പമായിപ്പോ എന്ന് ഒരു വാക്ക് പറയുകയും ചെയ്തു. അത് ശാപമായിട്ട് മാറി. അവിടെ നിന്ന് പെരുമ്പാമ്പായിട്ട് നേരെ ഭൂമിയിലേക്ക് നഹുഷൻ പതിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഇത് സ്വന്തം പാപം, അവനവൻ ചെയ്തു കൂട്ടിയ ദുരിതം, അത്രേ പറയാനുള്ളൂ. ഇന്ദ്രപദവിയിൽ എത്തിയിട്ടും ഇങ്ങനെ പെരുമ്പാമ്പാവേണ്ടി വന്നില്ലേ, അതും ഒരു മഹർഷിയുടെ ശാപം കൊണ്ട്. കാരണം എന്താ? കാമം. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്താ ഒരു ച്യുതി വരാനുള്ളത്? ശാപമോക്ഷമായിട്ട് ധർമ്മദേവൻ യുധിഷ്ഠിരനായിട്ട് ജനിക്കും. അന്ന് യുധിഷ്ഠിരന്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിരന്റെ സംശയം തീർത്തു കൊടുക്കുക, യുധിഷ്ഠിരന് ഈ ആത്മതത്വ ഉപദേശം കൊടുക്കുക, അതിനുള്ള അർഹത ഉണ്ട് നഹുഷനെ. അങ്ങനെ അനവധി കാലം പെരുമ്പാമ്പായിട്ട് കിടന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ മുക്തി എന്ന് പറഞ്ഞു. അത് അതേപോലെയൊക്കെ സംഭവിക്കാനുള്ള ഏർപ്പാടുകളും ഭഗവാൻ ചെയ്തു. ഇവിടെ നഹുഷൻ ഇങ്ങനെ പതിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഇന്ദ്രൻ മടങ്ങി വന്നു. ബ്രഹ്മഹത്യാപാപത്തെ തടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് യാഗാദികളെയൊക്കെ ചെയ്തു. രുദ്രനും ത്രിമൂർത്തികളും ഒരേപോലെ സഹായിച്ചു, ഋഷികളും ദേവന്മാരും ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടിയിട്ട് സഹായിച്ചു. അപ്പോൾ ബ്രഹ്മഹത്യാപാപം ഒഴിഞ്ഞുപോയി. ഭഗവാൻ, മഹാലക്ഷ്മി, മഹാദേവൻ, അതേപോലെ പാർവതി, ഗണപതി, ആരോഗ്യം കിട്ടാൻ ഈ സൂര്യനാരായണൻ, അതേപോലെ അഗ്നി, ഇതെല്ലാം ഈശ്വരോപാസനയ്ക്ക് നിർബന്ധമായിട്ട് നിത്യം ഉപാസിക്കുക തന്നെ വേണം. അതാണ് ആദിത്യമംബികാം വിഷ്ണു ഗണനാഥം മഹേശ്വരം വന്യം ച ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭഗവാൻ എപ്പോഴും നമുക്ക് രക്ഷകരായിട്ട് വരും. ഭഗവാന്റെ അംശമായിട്ടുള്ള ഇവരൊക്കെ നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അവിടെ പറഞ്ഞു. അതേപോലെ വൃത്രകഥ ആരാണോ വായിക്കുന്നത് അവർക്ക് പുണ്യവും കിട്ടും. അപ്പം ആരാണ് വൃത്രൻ? ഇത് ചോദിക്കുകയാണ് ഈ പരീക്ഷത്ത് രാജാവ്. സത്വഗുണം കൊണ്ട് ഭക്തി ഉണ്ടാവണു, രജോ ഗുണം കൊണ്ട് അനവധി ചിന്തിച്ചു കൂട്ടണു. ചിന്ത കാട് കയറുന്നൊക്കെ രജോ ഗുണം കൊണ്ടാണ്. അത് കുറച്ച് തമോ ഗുണം കൂടിയായി പിന്നെ പറയും വേണ്ട. ഉറക്കം വന്നു, ആലസ്യം വന്നു. ഇത് രണ്ടും ആസുരഭാവമാണ്. വൃത്രൻ അസുരനായിട്ടും സത്വഗുണമേ ഉണ്ടായുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ദേവന്മാരെക്കാളും ഋഷിമാരെക്കാളും ഭക്തി ഉണ്ടല്ലോ. 1 കോടി ജീവജാലങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷേ നല്ല ജന്മം കിട്ടിച്ചാൽ മനുഷ്യനായിട്ട് വരാം. അതിൽ 1 കോടിയിൽ ഒരാൾക്കേ വിശേഷ ബുദ്ധിയുള്ളൂ. അതിൽ ഒരാൾക്കാണ് സാത്വിക ബുദ്ധിയുള്ളൂ. അതിൽ
1000-ലൊരാൾക്കാണ് മുമുക്ഷു ഭാവമുള്ളൂ, അതിൽ 1000-ലൊരാൾക്കേ ഭക്തി ഉണ്ടാവുള്ളൂ, മുക്തി കിട്ടുള്ളൂ, അതിൽ 1000-ലൊരാൾക്കേ ഭക്തി കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഇതൊക്കെ വൃത്രന് നിസ്സാരമായി. ഭക്തനായിട്ട് മുക്തി നേടി. ഇത് വലിയൊരു അത്ഭുതമാണല്ലോ. ഈ ത്രിലോകം പോലും ഭയപ്പെടുത്തിയിട്ട് ജയിച്ചു. എന്നിട്ട് ആ ഭഗവാൻ മുക്തി കൊടുക്കണ്ടായത്. സാധാരണഗതിയിൽ എന്താ ചെയ്യുക? വധിക്കുക, നരകം, ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. ഇതൊരു വൈരുദ്ധ്യമല്ലേ? എന്താ ഇതിൻ്റെ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ആരാ വൃത്രൻ? അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, വൃത്രൻ്റെ പൂർവ്വജന്മം കേട്ടോളൂ. ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നൊരു രാജാവ്. വളരെ സാത്വികനായിട്ട് രാജ്യം ഭരിക്കണു. സർവ്വ സമ്പൽ സമൃദ്ധിയുണ്ട്. അനവധി ഭാര്യമാരുണ്ട്, പക്ഷേ കുട്ടികളില്ല. ദാരിദ്ര്യവും രോഗവും അനപത്യതയുമാണ് ദുഃഖങ്ങളിൽ ഏറ്റവും പ്രധാനം. അതിൽ ദാരിദ്ര്യം ഇവിടെ ഇല്ല, രോഗാദികളില്ല. മൂന്നാമത്തേതായിട്ട് അനപത്യതയുണ്ട്. അപ്പോൾ അതിനെന്ത് വേണം എന്നുള്ളത് ആലോചിച്ചു. അപ്പോൾ ദുഃഖം തീർക്കാൻ നമ്മൾ എന്ത് വേണം? ഈശ്വരഭജനം വേണം. ഒരിക്കൽ അങ്കിരസ് ചിത്രകേതുവിനെ കാണാൻ വേണ്ടി വന്നു. ഈ ഭജനത്തിൻ്റെ ഫലമായിട്ട് ഭഗവാനാൽ അയക്കപ്പെട്ടതാവണം. ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്കിരസ് വന്നു അവിടെ. അപ്പോൾ വേണ്ട രീതിയിൽ സ്വീകരിക്കുക, നമസ്കരിക്കുക, കുശലം പറയുക, പൂജിക്കുകയൊക്കെ ഉണ്ടായി. രാജാവേ, അങ്ങയ്ക്ക് ഗുരു, മന്ത്രി, അതിർത്തി, ഭണ്ഡാരം, സൈന്യം, മിത്രം, കോട്ട, ഈ 7 പ്രകൃതി രക്ഷകൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നിയമമാണ്, രാജാവിന് ഇതൊക്കെ വേണമെന്നാ. ഒരു നമ്മളെ ഭരിക്കുന്നതായിട്ടുള്ള ഭരണകർത്താവ് മന്ത്രിയായാലും വേണ്ടില്ല, രാജാവായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ പ്രസിഡൻ്റായാലും വേണ്ടില്ല. ഗുരുക്കന്മാർക്ക്, അതേപോലെ മന്ത്രിമാരുടെ പ്രവൃത്തികൾ, അതിർത്തി കാവല്, ഭണ്ഡാരവർദ്ധന, സൈന്യം സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള സൈന്യം, അതേപോലെ മിത്രഭാവം എല്ലാവരിലും, അതേപോലെ ഈ കവചം, അത് ഈശ്വരോപാസന തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുക എന്നതാണ് ജീവൻ്റെ ഒരു രക്ഷ. അത് ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും കൊടുക്കണം. അത് രാജാവിൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ സാധിക്കണില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്കിരസ്. അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനായി ദുഃഖം? അപ്പോൾ ചിത്രകേതു പറഞ്ഞു, അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. തപസ്, ജ്ഞാനം, സമാധി ഇവ കൊണ്ട് എല്ലാ പാപവും നശിപ്പിച്ചവർ മഹാബ്രാഹ്മണരായിട്ടുള്ള ഋഷികൾ. അതിൽ വളരെ പ്രത്യേകതയുള്ള ഗോത്രത്തലവനാണല്ലോ അങ്കിരസ് മഹർഷി അങ്ങ്. ത്രികാല ജ്ഞാനമുണ്ട്. എന്നാലും ഞാൻ പറയാം, എനിക്ക് ധനമുണ്ട്, ബന്ധുക്കളുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷേ പുത്രനില്ല. പിതൃകടം വീട്ടണ്ടേ മുക്തിക്ക്? അങ്ങ് എനിക്കൊരു പുത്രനുണ്ടാവാനുള്ള അനുഗ്രഹം തരണം എന്ന് പറഞ്ഞപ്പോൾ അങ്കിരസ് പറഞ്ഞു, ജാതകം വായിച്ചു. ജാതകം വായിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ അങ്ങയുടെ പുണ്യത്തിന് വേണ്ടിയിട്ട് അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. ത്വഷ്ടാവിനെ പ്രീതനാക്കിയിട്ട് ഒരു പുത്രനുണ്ടാവാൻ വേണ്ടിയിട്ട് യാഗം ചെയ്തോളൂ. 12 ആദിത്യന്മാരിൽ ഒരാളാണ് ത്വഷ്ടാവ്. അങ്ങയുടെ പ്രഥമ പത്നിയായിട്ടുള്ള കൃതദ്യുതി അതിൻ്റെ ഫലം തരും. അപ്പോൾ പുണ്യെ കിട്ടും, സുഖവും ദുഃഖം അനുഭവിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരു പുത്രനെ കിട്ടുക എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതേപോലെ യാഗാദികളെല്ലാം ചെയ്തു, പായസം കിട്ടി, അത് കൃതദ്യുതിക്ക് കൊടുത്തു. പുത്രൻ ഉണ്ടാവുമല്ലോ, പക്ഷേ സന്തോഷമുണ്ട്, സന്താപമുണ്ട്, അതത്ര കാര്യമാക്കിയില്ല. ഏതായാലും പുത്രനുണ്ടായി. ബ്രാഹ്മണ പ്രീതി കൊണ്ട് ജാതകർമാദി കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചു. ധാരാളം ദാനത്തെയൊക്കെ ചെയ്തു. ദാനം ചെയ്താൽ പുണ്യം ഉണ്ടാവേ. അപ്പോൾ ഇതിന് പരിഹാരം അയച്ചാലോ വിചാരിച്ചിട്ടാ. അപ്പോൾ എല്ലാ ദാനങ്ങൾക്കും ഇതേപോലെ പുണ്യം കിട്ടില്ല, ഫലം കിട്ടില്ല. കാരണം ഇത് ജാതകവശാൽ ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാ, അതിന് മാറ്റമൊന്നും വരില്ല. ഇത് എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് തീരാൻ ഇഹസുഖത്തെ കിട്ടും എന്നാണ് പറഞ്ഞതെങ്കിലും ചില കാര്യങ്ങൾ പൂർവ്വനിശ്ചിതമാണ്, അതിന് പരിഹാരമൊന്നുമില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. എല്ലാ ജന്മത്തിലും ഇത് ആവർത്തിക്കപ്പെടും. അങ്ങനെയായാലും വെയിലോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു, ദാനങ്ങളൊക്കെ ചെയ്തു, പ്രജകൾക്കൊക്കെ സന്തോഷമായി, ദീർഘായുസിന് വേണ്ടിയിട്ട് ഈ യാഗയോഗാദികൾ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്തു. പുത്രനിൽ, അവൻ്റെ അമ്മയിൽ ശ്രദ്ധ, അതങ്ങനെ സ്നേഹാധിക്യമായിട്ട് മാറി. അപ്പം മറ്റ് ഭാര്യമാരെയൊക്കെ ഒഴിവാക്കിയതാ രസം. നോക്കണേ, ഒരാളെ മാത്രം ഇഷ്ടപ്പെടുക, ബാക്കിയുള്ള പത്നിമാരൊക്കെ വെറുതെ ഇരിക്കണ്ടേ? അവർക്ക് സമ്മതാകുമോ? അവർക്ക് അസൂയുണ്ടായി. അവർ ഈ ദാസികളുടെ ദാസിയായിട്ട് മാറിയോ സംശയം. അങ്ങനെ ഉണ്ടാക്കിയിട്ടല്ല, ഈ രാജാവിന് അങ്ങനെയൊന്നും തോന്നിയിട്ടല്ല.
മകനോടും മകൻ്റെ അമ്മയോടും ഇത്തിരി സ്നേഹം കൂടി, അത്രയേ ഉള്ളൂ. പക്ഷെ അത് വിരോധത്തിന് കാരണമായി. എന്തിനു പറയണു? ഇവർ ചിന്തിച്ചു, കൂടി ആലോചിച്ചപ്പോൾ കാരണം ഉണ്ണിയാണെന്ന് മനസ്സിലായി. തീരുമാനമെടുത്തു, ഉണ്ണിയെ കൊല്ലാമെന്ന്. വിഷം കൊടുത്തു. എന്താ ചെയ്യുക? ആ ഉണ്ണി പാവം ചെറിയ കുട്ടിയല്ലേ, ആ ഉണ്ണി മരിച്ചു. അപ്പോൾ കൃതജ്ഞതി ഈ ഒരു ദിവസം ഉണ്ണി ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇപ്പോൾ അപ്പോൾ ഉറങ്ങാന്നാണ് വിചാരിച്ചത്. ദാസിയോട് പറഞ്ഞു, ഉണ്ണിയെ കൊണ്ടുവരും, എന്താ ഉറങ്ങിക്കിടക്കണം, അത്രയും നേരമായിട്ടത് കാണാനില്ലല്ലോ. കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദാസിയോടെ ചെന്നപ്പോഴാണ് ഉണ്ണി മരിച്ചു കിടക്കുക, ബോധം കെട്ട് കിടക്കുക എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ശരീരത്തിന് ഇത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. വിഷം തട്ടിയതിൻ്റെ എല്ലാ ഭാവഹാവാദികളും കണ്ടു. ഇവിടെ വന്ന് പറഞ്ഞു, ഉണ്ണി എന്തോ ശരിയല്ല. ഏതായാലും അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഉണ്ണി മരിച്ചിറക്കണു. എന്താ ചെയ്യുക? ബോധം കെട്ട് വീണു. രണ്ടുപേരും അലറി കരഞ്ഞു കേട്ടോ. എന്തൊക്കെ തരത്തിലാ കരഞ്ഞു വെച്ചാൽ നിശ്ചയം അങ്ങനെ സമാധാനിപ്പിക്കാൻ പല കാര്യങ്ങളും നോക്കി. ഇത് കർമ്മഫലം തന്നെ, അല്ലാണ്ട് എന്താ ചെയ്യുക? ബ്രഹ്മാവ് ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ദയയില്ലാതെ കണ്ട് പ്രായം കൂടിയവരല്ലേ ആദ്യം മരിക്കേണ്ടത്? ഇത് നീതിയാണോ? ബാലമരണം തെറ്റല്ലേ? ഞാൻ എന്ത് തെറ്റാ അങ്ങയോട് ചെയ്തെടുക്കണത്? ഇനി എനിക്ക് വേറെ ആരാ ഉള്ളത്? അപ്പോൾ ഈ സൃഷ്ടിയിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരണത്? അതേപോലെ സ്നേഹപാശം എന്തിനാ അങ്ങ് ഞങ്ങൾക്ക് തന്നത്? അതിങ്ങനെയാണോ മുറിക്കുക? ഞാൻ മരിച്ചു വെച്ചാൽ കുഴപ്പമില്ല, ഈ ഉണ്ണി വലുതായിട്ട് രാജാവായിക്കോളും. ഇതിപ്പോൾ ഇനി ആരാ രാജാവാവുക? ഈ അകാല മരണം കൊണ്ട് എന്ത് ഗുണ കിട്ടാനുള്ളത്? ഇതുകൊണ്ട് വൈരാഗ്യം ഉണ്ടാവുമോ? പ്രാരബ്ധം തീരുമോ? ഈ സ്നേഹിക്കൽ അത് തെറ്റാണ് എന്ന് ഒരു വിധി അങ്ങ് വിധിച്ചിട്ടുണ്ടോ? അത് അനീതിയല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ബ്രഹ്മാവിനെ കുറെ കുറ്റം പറഞ്ഞതിന് ശേഷം പുത്രനോട് പറഞ്ഞു, മരിച്ചു കിടക്കണ ഉണ്ണിയാണ്, പുത്ര നീ എന്നെ വിട്ടു പോകരുത് കേട്ടോ, കൂട്ടുകാരിതാ കളിക്കാൻ വിളിക്കണോ, നിനക്ക് വിശക്കണില്ലേ, അമ്മ ഇതാ പാല് കൊണ്ടുവന്ന് വെച്ചോന്നു. ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, എനിക്കിനി ആരാ ഉള്ളത്? എൻ്റെ കൈകൾ നിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് മോഹിക്കുന്നുണ്ട്, പക്ഷേ ഇനി പറ്റില്ലല്ലോ. നിൻ്റെ കളികൾ ഇനി എനിക്ക് കാണാൻ പറ്റുമോ? യമനും ഒരു നന്ദിയില്ല. ഈ കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനി അമ്മ, അച്ഛൻ, പ്രജകൾ ഒക്കെ കരഞ്ഞു എന്നാ. ഈ പുണ്യം നഷ്ടപ്പെട്ടതായിട്ടുള്ള സപത്നികൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞു. ആർക്കും നാഥനില്ലാതായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷിയും അഗസ്ത്യ മഹർഷിയും കൂടിയിട്ട് അവിടെ വരണത്. അങ്കിരസ്ത മഹർഷിയെ ചിത്രകേതുവിനോട് പറഞ്ഞു, രാജാവേ, ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അങ്ങ് ദുഃഖിക്കണ്ട കേട്ടോ. എന്തിനാ അങ്ങനെ ദുഃഖിക്കണത്? കഴിഞ്ഞ ജന്മം ഈ കുട്ടി അങ്ങയുടെ ആരായിരുന്നു വല്ല ഓർമ്മയുണ്ടോ? അടുത്ത ജന്മം ആരാവും അത് ഓർമ്മയുണ്ടോ? ബന്ധം ഒറ്റ ജന്മമേ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും ബന്ധം കിട്ടുന്നത് പ്രത്യേക ചില കാരണങ്ങളെ കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് അങ്ങ് ആസക്തി വെക്കണ്ട. പാറ മണലായിട്ട് നദിയിലൊഴുകും, ചിലപ്പോൾ വീണ്ടും അടുക്കും, അകലും. അപ്പോൾ പരമ്പരയായിട്ട് മകൻ 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 അങ്ങനെ അത് വരില്ല. അപൂർവം ചിലപ്പോൾ അങ്ങനെ വന്നുകൂടായികയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യജന്മം കിട്ടാൻ തന്നെ പ്രയാസമാണ്. പാപം കൂടി കഴിഞ്ഞാൽ മനുഷ്യജന്മം കിട്ടില്ല. ഇപ്പം ഞാനും നാരദനും ഇപ്പോൾ അങ്ങേ അനുഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങും പ്രജകളും മറ്റെല്ലാ ജീവജാലങ്ങളും നമ്മൾ ഉള്ളപ്പോൾ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ജന്മം അത് ഉണ്ടാവില്ല, മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബന്ധത്തിന് അടിസ്ഥാനമില്ല. ഇത് താൽക്കാലികമാണ്, ശാശ്വതമല്ല. ഭഗവാൻ നിസ്സംഗനാണ്, നമ്മെ ബന്ധനത്തിൽ ഇട്ടതാണ്. അതൊന്നും അറിയണം. അങ്ങനെ നമ്മളെ ഇവിടെ കൊടുക്കാൻ നമ്മൾ അനുവദിച്ച് കൊടുക്കരുത്. നിസ്സംഗനായാലാണ് ഭഗവാനിൽ എത്താൻ സാധിക്കുള്ളൂ. ദ്വന്ദ്വം കടക്കുക തന്നെ വേണം. അച്ഛൻ, അമ്മ, പുത്രൻ, ഇത് മൂന്ന് ശരീരവും നശിക്കും. ജീവന് നാശമില്ല. പിന്നത്തെ ജന്മം ഏതായിട്ടാവാം? മരാവാം. അച്ഛൻ മരാവാം, പുത്രൻ ദേവനാവാം, അമ്മ പശുവർഗാവാം. പറയാൻ കഴിയില്ല. ഭഗവാന്റെ ലീലയാണ്. ഈ നാനാത്വം, ജാതി, ബന്ധം, കർമ്മം ഒക്കെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭഗവാനാൽ ചെയ്യപ്പെട്ടതായിട്ട് ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഈ വ്യക്തിയോ അല്ലെങ്കിൽ വിരാട്ടോ ഇത് അപ്പോഴത്തെ ആ കാര്യത്തിന് അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആത്മാവ് ജീവനോ ദേഹമോ അല്ല. ജീവാത്മാവ് പരമാത്മാവ് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരത്തെ സ്വീകരിച്ച് പ്രാരബ്ധം പൂജിക്കുകയാണ് ഇവിടെ. അതൊന്നും അങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് ഈ ദുഃഖം ഉണ്ടാവില്ല. അപ്പം അങ്കിരസ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മുഴുവൻ കയറണമെന്നില്ല. അപ്പം അങ്കിരസ് ഉപദേശം നിർത്തി. കണ്ണ് തുടച്ച് കരച്ചിലൊക്കെ നിർത്തിയിട്ട് ചിത്രകേതു ചോദിച്ചു, അങ്ങ് ആരാ? എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് അങ്കിരസ് പറയുന്നത്, ഞാൻ അങ്കിരസ് ആണ് എന്നുള്ളത് പറയാൻ മറന്നുല്ലേ. മനസ്സിലായിട്ടില്ല വിചാരിക്കില്ല. ഈ ബോധമില്ലേ,
മകൻ മരിച്ചപ്പോൾ ദുഃഖത്തിൽ ബോധം പോയി, അതാണ്. അപ്പോൾ സനൽകുമാരനാണോ, നാരദനാണോ, അങ്കിരസാണോ, കപിലനാണോ, വ്യാസനാണോ, ദത്താത്രേയനാണോ, പതഞ്ജലിയാണോ, മഹാഋഷിമാരിൽ അങ്ങ് ആരാണ്? ഏതായാലും അങ്ങ് ജ്ഞാനി തന്നെയാണ്, എനിക്ക് ജ്ഞാനം തരണേ എന്നൊക്കെ പറഞ്ഞ് കുറേ മഹർഷിമാരുടെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്കിരസ് വീണ്ടും പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയ്ക്ക് പുത്രനുണ്ടാവാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ച അങ്കിരസാണ്, ഇത് നാരദനാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ലേ, പുത്രനുണ്ടാകുമ്പോൾ ദുഃഖം ഉണ്ടാവും സുഖം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് അത് മറന്നു. പുത്രനെ തന്നു, പക്ഷേ പുത്രൻ ഇതാ ഇങ്ങനെ ആയിപ്പോയി. ഇനി അതിൽ സമാധാനിക്കൂ, ഈ ഏഷണാത്രയം വിടൂ, കടം എന്നുള്ള ബോധമേ വിട്ടോളൂ, അതൊക്കെ നശ്വരാണ്. മുക്തി ആഗ്രഹിക്കൂ, യശസ്വിയാകൂ, കർമ്മവാസന തീർക്കൂ, പഞ്ചക്ലേശങ്ങളെ വിട്ടോളൂ, പ്രപഞ്ചം മിഥ്യയാണ്, ആത്മാവിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ നാരദം ഈ ആംഗിരസ് പറഞ്ഞു. കുടകിയില്ല, ഇവിടെ ക്ഷമ വരുന്നില്ല. അപ്പം നാരദൻ പറഞ്ഞു, അങ്ങേക്ക് ഞാനൊരു മന്ത്രം തരാം. അത് ഉപനിഷത്ത് മന്ത്രമാണ്. 7 ദിവസം കൊണ്ട് സംഘർഷനെ കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ സൂത്രവാക്യമായിട്ട് നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച എന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു. അനന്ത ഭഗവാന്റെ പ്രത്യേകതകളെ ഈശ്വരഭാവത്തിൽ ബ്രഹ്മഭാവത്തിൽ പറഞ്ഞു കൊടുത്തു. ഈ നാരദൻ പലതും പറഞ്ഞിട്ടും മുഴുവൻ അങ്ങോട്ട് ആവണില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ബോധം വരുത്താൻ വേണ്ടിയിട്ട് നാരദൻ ആ ഉണ്ണിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. എന്നിട്ട് ഉണ്ണിയുടെ ആ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള രൂപത്തിലേക്ക് പ്രവേശിച്ച നാരദനോട് ചോദിച്ചു. നാരദൻ തന്നെ ചോദിച്ചു, ജീവാത്മാവേ, നീ മരിച്ചപ്പോൾ നിന്റെ അച്ഛനും അമ്മയും ദുഃഖിക്കുന്നത് കണ്ടില്ലേ? വേഗം എഴുന്നേറ്റിട്ട് വരൂ. അപ്പം ജീവൻ ചോദിച്ചു, കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേവനായിട്ടുണ്ട്, മനുഷ്യനായിട്ടുണ്ട്, മൃഗമായിട്ടുണ്ട്. ഏത് ജന്മത്തിലെ അച്ഛനും അമ്മയുമാണ് ദുഃഖിക്കുന്നത്? ആരുടെ അടുത്തേക്കാണ് ഞാൻ പോകേണ്ടത് ചോദിച്ചു. അപ്പോൾ അവിടെ ബന്ധു, ശത്രു, ഉദാസീനൻ പല ഭാവങ്ങളിലാണ് നമ്മൾ ജീവനെ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ബന്ധങ്ങളെ കണക്കാക്കേണ്ടത്. ഇവിടെ യാതൊരു തരത്തിലും ഒരു സാമ്യമില്ലാത്ത ഉത്തരാണ് ആ മകൻ പറഞ്ഞത്. ഏത് ജന്മത്തിലെ ഏത് അച്ഛനെ അമ്മയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്? സ്വർണം വിറ്റ് കഴിഞ്ഞാൽ വാങ്ങിയവൻ്റേതാവും, ഈ വിറ്റ ആളുടെ എല്ലാ അധികാരങ്ങളും നഷ്ടമാവും. ഭൂമി വിറ്റ് കഴിഞ്ഞാൽ ഒരധികാരം ഇല്ലാണ്ടേ. അപ്പോൾ ജീവനും ഈ ശരീരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ശരീരമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒക്കെ അച്ഛനും അമ്മയും ഉണ്ടായിട്ടുണ്ട്. ജീവനൊട്ട് നാശമില്ലേ ഇനി. അപ്പോൾ ഈ കടമ അതാത് കാലത്ത് തീർക്കാൻ പറ്റിയില്ല വെച്ചാൽ ബാക്കി തന്നെയാണ്. പിന്നെ അത് തീരൽ എളുപ്പമല്ല. പിന്നെ എപ്പോഴാണ് അത് സംയോജിക്കുക ചോദിച്ചാൽ നിശ്ചല, അപ്പോഴേ കടം തീരുള്ളൂ. സൂക്ഷ്മരൂപിയായിട്ട് ജീവൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ആത്മാവിന് പ്രിയനും അന്യനും ഇല്ല, ഗുണദോഷ ചിന്തയും ഈ പരമാത്മാവിനില്ല. ഇത് പറഞ്ഞ ജീവൻ വീണ്ടും അവിടെ കിടന്നു, ജീവൻ പോയി. അപ്പോൾ ഈ ബന്ധുക്കൾ ഈ ഉണ്ണിയോടുള്ള സ്നേഹം കൂടി വിട്ടു. മരിച്ചതല്ലേ, ഇനി സംസ്കരിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രയും തിരിച്ചുള്ളൂ. ചിത്രകേതുവിൻ്റെ മനസ്സ് മാറി, ശരിക്കും ധ്യാനം കിട്ടി. ഈ വിഷം കൊടുത്തതായിട്ടുള്ള അമ്മമാർക്ക് ബ്രഹ്മഹത്യാ പാപം വന്നു, സകല തേജസ്സും നഷ്ടപ്പെട്ടു. ബ്രാഹ്മണർ പറഞ്ഞിട്ട് ഈ സംസ്കാരാദികളെല്ലാം ചെയ്ത് ഉണ്ണിക്കുള്ള ഔർധ്വദൈഹിക പിണ്ടങ്ങളൊക്കെ വയ്ക്കണ്ടേ, അതൊക്കെ വെച്ചതിന് ശേഷം പ്രായശ്ചിത്തം ചെയ്തു യമുനയിൽ പോയിട്ട്. ചിത്രകേതു കാളിന്തിയിൽ കുളിച്ച് നാരദനെ അങ്കിരസനെയൊക്കെ നമസ്കരിച്ച് മനഃശുദ്ധിക്ക് വേണ്ടതായിട്ടുള്ള ഈ മന്ത്രത്തെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതെല്ലാം സ്വീകരിച്ചു. വാസുദേവന് നമസ്കാരം, പ്രദ്യുമ്ന നമസ്കാരം, അനിരുദ്ധന നമസ്കാരം, സംഘർഷണ നമസ്കാരം. ഭഗവാനെ, അങ്ങ് പരമാത്മാവാണ്, അങ്ങയ്ക്ക് ദ്വന്ദ്വമില്ല, മായാനാഥനായിട്ടുള്ള അങ്ങ് ഹൃഷികേശനാണ്, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അനേകം നാമമുള്ളതായിട്ടുള്ള ഭഗവാനെ, നാമമില്ലാത്തതായിട്ടുള്ള ഭഗവാനെ, ഷഡൂർമിരഹിതനായിട്ടുള്ള ഷഡ്വൈരി ഷഡരി ഇല്ലാത്തതായിട്ടുള്ള ഒന്നും മായ ബാധിക്കാത്തതായിട്ടുള്ള മായാനാഥനായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഏകനായിട്ടുള്ള സത്യനായിട്ടുള്ള കാരണസ്വരൂപിയായിട്ടുള്ള ബ്രഹ്മമായിട്ടുള്ള സൃഷ്ടാദികൾ മുഴുവൻ ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ, അങ്ങ് പ്രപഞ്ചവും അങ്ങ് തന്നെയാണ്. അതേപോലെ സൃഷ്ടിക്ക് മുന്നുണ്ട്, ഇപ്പുണ്ട്, ശേഷമുണ്ട്. 24 തത്വ ഈ ജീവ ശരീരത്തിൽ, 24 തത്വങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ജഡശരീരത്തിൽ അങ്ങ് പ്രവേശിക്കുന്നു, ബ്രഹ്മാംശമായിട്ടുള്ള ജീവനെ പ്രവേശിപ്പിക്കുന്നു, സാക്ഷിയായിട്ട് അങ്ങ് മാറി നിൽക്കണു, അകവും പുറവും നിറഞ്ഞു നിൽക്കണു.
അഗ്നിയിൽ പഴുത്തതായിട്ടുള്ള ഇരുമ്പ് പൊള്ളിക്കണ പോലെ അഗ്നി വിട്ടുകഴിഞ്ഞാൽ ഇരുമ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ആത്മചൈതന്യം വിട്ടുകഴിഞ്ഞാൽ ഈ ദേഹത്തിന് പലതും ചെയ്യാൻ പറ്റും. ചൈതന്യം ഉണ്ടെങ്കിൽ. ആത്മചൈതന്യം വിട്ടാലോ പിന്നെ അത് വെറും ജഡല്ലേ. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കാരം. ഓം മഹാപുരുഷ ലക്ഷ്മീപതേ ഭഗവാനെ, ഭക്തർ അർപ്പിക്കുന്ന പൂക്കളേന്തിയ പാദമുള്ളതായിട്ടുള്ള ഉയർന്ന സ്ഥാനത്തുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം മന്ത്രമാണ്. ചിത്രകേതുവിന് മന്ത്രം കൊടുത്തു. നാരദനാങ്കിരസും പോയി. അങ്ങനെ ബ്രഹ്മലോകത്തിലേക്ക് യാത്ര ചെയ്യാം അവർ. ഇവിടെ ചിത്രകേതു വെറും ജലം മാത്രം കുടിച്ചുകൊണ്ട് ബാക്കിയുള്ള ഉറക്കല്ല, ഊണില്ല, ഒന്നുമില്ല. സദാസമയത്തും ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഏറ്റവും ഉയർന്നതായിട്ടുള്ള ലക്ഷ്മീപതേ, എന്നെ അനുഗ്രഹിക്കണേ, അങ്ങേക്ക് നമസ്കാരം. ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനെ, അനന്ത ഭഗവാനെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കർമ്മം മുഴുവൻ തീരാൻ വേണ്ടിയിട്ടാണ്, കർമ്മം ഒടുങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ 7 ദിവസത്തെ തപസ് കണ്ട് പ്രീതനായിക്കൊണ്ട് പ്രത്യക്ഷമായി. നീലവസ്ത്രം ധരിച്ചിട്ട് ആടെ ആഭരണങ്ങളെല്ലാം പ്രസന്ന മുഖനായിക്കൊണ്ട്, ചുവന്ന കണ്ണ്, രത്നഹാരാദികൾ, വളമാല കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്തുതികൾ, നാഗകുമാരിമാരൊക്കെ നല്ലോണം സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടു. ദർശനമാത്രയിൽ തന്നെ പാപം നശിച്ചു. ചിത്രകേതു കരഞ്ഞു, നല്ലോണം രോമാഞ്ചം പൂണ്ടു, കണ്ണീര് കൊണ്ട് തൃപ്തി. തൃപ്പാദത്തെ നമസ്കരിച്ചു, തൃപ്പാദം കഴുകി. അങ്ങനെ വേദസാരം കൊണ്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു സ്തുതിച്ചു. അജിത വലിയൊരു വിഷമവൃത്തത്തിലുള്ളൊരു വലിയ സ്തുതിയാണ്, അതിഗംഭീര സ്തുതിയാണ്. അത് അങ്ങയെ ആർക്കും ജയിക്കാൻ സാധിക്കില്ല. പക്ഷേ ഭക്തർക്ക് അങ്ങ് തോറ്റു കൊടുക്കണം, അവർക്ക് തന്നെ കൊടുക്കണം. ഈ സൃഷ്ടിയാദികൾ ചെയ്യുന്നതായിട്ടുള്ള 3 മൂർത്തി ഭാവത്തിൽ അങ്ങ് എല്ലാവരെയും വേണ്ട വിധത്തിൽ നയിക്കുന്നു. പ്രജാപതിമാരായിട്ട്, ദേവന്മാരായിട്ട്, ഋഷിയായിട്ട് എല്ലാം അങ്ങ് തന്നെയാണ്. അങ്ങ് മോഹിപ്പിക്കണു. അതേപോലെ പരമാണു മുതൽ സകലതും അങ്ങ് തന്നെ, മഹത്തത്വം വരെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും അങ്ങ് തന്നെ. അതേപോലെ ഈ പഞ്ചഭൂതം മഹത്തഹം എന്നുള്ള 7 ആവരണം, മനസ്സും കൂടി ചേർത്ത് 8 ആവരണം, ഇതെല്ലാം മായ കൊണ്ട് ഈ ആവരണമായ വിക്ഷേപണമായ കാണിക്കുന്നതും അങ്ങ് തന്നെയാണ്. മായാനാഥനായിക്കൊണ്ട് അങ്ങയ്ക്ക് ആദിയില്ല, അന്തമില്ല. അതേപോലെ അനന്തനായിക്കൊണ്ട് സകാമന്മാർക്ക് അവരുടെ ആഗ്രഹത്തെ കൊടുത്തുകൊണ്ട് ആഗ്രഹമില്ലാത്തവരാക്കി മാറ്റണു. രാജാവ് മരിച്ചാൽ ആനുകൂല്യം മരിക്കും, ദേവന്മാരുടെ നാശത്താൽ അനുഗ്രഹവും ഇല്ലാണ്ടാവും. പക്ഷേ അങ്ങയോടൊരാഗ്രഹം പറയുന്ന ഒരാൾക്ക് എന്നും ആ ആഗ്രഹം സാധിക്കും. കാരണം അങ്ങ് എന്നും ഉള്ളയാളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ഒന്ന് ചോദിക്കണമെന്ന് തോന്നില്ല. എന്താ കാരണം? അത് ആഗ്രഹം വേണ്ടാത്ത ഭാവത്തിൽ ഈ ജീവനെ എത്തിക്കും. വറുത്ത വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കില്ലല്ലോ എന്ന കൂട്ടത്തിൽ ആഗ്രഹം മുഴുവൻ ഇല്ലാണ്ടാവും. അപ്പം അതുകൊണ്ട് ഭാഗവത ധർമ്മം അങ്ങ് എനിക്ക് ജ്ഞാനമായിട്ട് തരണേ. ഇങ്ങനെ യഥാർത്ഥ ഭക്തന്മാർ മറ്റെല്ലാ മാർഗവും വിട്ട് എളുപ്പത്തിൽ ഭാഗവത ധർമ്മം കൊണ്ട് അങ്ങയിലെത്തുന്നു. അഹം മമ വിടുന്നു, ദ്വന്ദ്ം കിടക്കുന്നു. ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വ്രതാദികൾ ചെയ്യാറുണ്ട്. പക്ഷെ എന്താ കാര്യം? അത് ശരീരത്തിന് കിട്ടുന്നതായിട്ടുള്ള സുഖമായതുകൊണ്ട് അത് പീഡനമാണ്. അതുകൊണ്ട് ഇതിലിരിക്കുന്ന ഭഗവാനെ ദ്രോഹിക്കലല്ലേ അതുകൊണ്ട് വരിക എന്നാ ചോദ്യം. അപ്പോൾ പരപീഡ, അധർമ്മം ഇതൊക്കെ ഈ ശരീരം കൊണ്ട് ചെയ്യേ. പിന്നെ വൈരാഗ്യം വരുമോ? എളുപ്പമല്ല. വൈരാഗ്യം കൊണ്ട് കാമത്തെ ഇല്ലാണ്ടാക്കിയിട്ട് ചെയ്യുന്ന കർമ്മവും ഫലവും മുഴുവൻ ഭഗവത് പ്രീതിക്ക് കൊടുത്താൽ മാത്രമാണ് അങ്ങയെ കിട്ടുക. അപ്പോൾ സ്ഥാവര ജംഗമങ്ങളിലെ സമഭാവന വേണം. നാമം ജപിച്ചാൽ ചണ്ടാളിനും കൂടി ശുദ്ധനാവും. അങ്ങയെ കണ്ടാൽ സംസാരം തീരും. ഇപ്പോൾ ഞാൻ അങ്ങയെ കണ്ടിരിക്കണു, എനിക്ക് അങ്ങ് ദർശനം തന്നുല്ലോ, മനഃശുദ്ധി ഞാൻ നേടിയിരിക്കണു. നാരദനും അങ്കിരസും പറഞ്ഞ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. 7-ാം ദിവസം ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ സ്തുതിക്കാനൊക്കെ സാധിച്ചില്ലേ. അപ്പോൾ സത്യകാമനായിട്ടുള്ള അങ്ങ്, ഇപ്പം ഞാൻ അങ്ങയെ കണ്ടു, എനിക്കിനി വരൊന്നും വേണ്ട. സൂര്യനോട് മിന്നാമിനുങ്ങ് എന്തെങ്കിലും ഒന്ന് അറിയിക്കണോ, അല്ലെങ്കിൽ പ്രകാശം ഞാൻ തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ എന്ന കൂട്ടത്തിൽ സൂര്യൻ്റെ മുമ്പിൽ മിന്നാമിനുങ്ങ് മാത്രമല്ലേ ഞാൻ. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും അങ്ങേക്ക് അറിയാം. എനിക്ക് ഈ യോഗങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് സദ്യോഗമാണ്. ദുഷ്ടലാക്കോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് കുയോഗം എന്നതിന് പറയാം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു അബദ്ധം എനിക്ക് സംഭവിക്കരുതേ ഭഗവാനെ. എന്നെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങയെ ഇതാ നമസ്കരിക്കണം. എല്ലാ ദേവകളും അങ്ങയുടെ ആജ്ഞാപാലകരാണ്. അപ്പം അതുകൊണ്ട് ആ ദേവന്മാരിലൂടെ എൻ്റെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒന്നും വേണമെന്ന് തോന്നിക്കരുത്. അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കണം. സ്തുതി കേട്ട് ഭഗവാൻ സന്തോഷിച്ചു. കാരണം ഇവിടെ മുക്തിയാണല്ലോ ആഗ്രഹം. നാരദനും അങ്കിരസനും അങ്ങയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർ ചെയ്തതാണ്. അതുകൊണ്ട് ഈ വിദ്യ, മന്ത്രം, ഉപാസന ഇതൊക്കെ അവരുടെ നിർദ്ദേശങ്ങൾ അങ്ങക്ക് ചെയ്യാൻ സാധിച്ചത്, എന്നെ ഇപ്പോൾ കാണാൻ സാധിച്ചത് അതൊക്കെ എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ശബ്ദബ്രഹ്മം, വേദം എൻ്റെ ഒരു രൂപം മാത്രമാണ്. ഈ പരബ്രഹ്മം അത് ഇപ്പോൾ അങ്ങ് എന്നെ ദർശിക്കുന്ന ഈ രൂപം അത് രണ്ടാമത്തെ രൂപമാണ്. എന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ലോകത്തിൽ എല്ലാറ്റിലും ആത്മാവുണ്ട്. ഈ ആത്മാവിൽ ലോകത്തിലേതെല്ലാം ഉണ്ട്. രണ്ടും എന്നെ ആശ്രയിച്ചിരിക്കുന്നു. സ്വപ്നത്തിൽ പ്രപഞ്ചം തന്നിൽ കാണാൻ സാധിക്കും. ജാഗ്രതത്തിൽ താൻ പ്രപഞ്ചത്തിൽ കാണും. സുഷുപ്തിയിൽ താനും പ്രപഞ്ചവും ഇല്ല. അതായത് സ്വപ്നത്തിൽ ഈ പ്രപഞ്ചം അത് സ്വപ്നത്തിൽ കാണുകയാണേ, അപ്പോൾ താൻ അതിലുണ്ട്. ജാഗ്രതത്തിൽ താൻ പ്രപഞ്ചത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാവും. അതാണ് അറിയും. സുഷുപ്തിയിലോ താനും പ്രപഞ്ചവും ഇല്ല. ഇങ്ങനെ നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ മായ കടക്കാം. അല്ലെങ്കിലോ സുഖമായിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പറയണില്ലേ എന്ന കൂട്ടത്തിൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം വിജ്ഞാനത്തോട് കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ശ്രമവും ഭഗവത് ലയത്തിന് കാരണമായി തീരും. അതല്ലാച്ചാൽ അത് മൂഢതയായിട്ട് മാറും. വേദം പറഞ്ഞത് ചെയ്ത് ക്ലേശത്തെ ഇല്ലാണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. സുഖം കിട്ടുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ മർമ്മം അറിഞ്ഞിട്ട് പ്രയോഗം ആ രീതിയിലായാൽ മാത്രമേ, ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഭഗവത് ഇച്ഛ ആയിട്ട് ചെയ്താൽ മാത്രമേ ഭഗവാന്റെ പ്രീതി കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പരമാത്മാവിനെ അറിയാൻ വേണ്ടി ശ്രമിക്കൂ. പരമാത്മാവിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ. അപ്പോൾ അങ്ങേക്ക് ആനന്ദം കിട്ടും. യഥാർത്ഥ ഭക്തനായിക്കോളൂ. സംശയം തീർക്കണം. ഭഗവാനിലും ജീവനിലും ഭേദബുദ്ധി കാണണ്ട. അഹം ബ്രഹ്മാസ്മി എന്ന് കരുതിക്കോളൂ. ഇതാണ് ഇനി അങ്ങക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിന് രാജാവേ അങ്ങ് വേഗം തന്നെ എന്നിൽ എത്തിച്ചേരൂ കേട്ടോ. കുറച്ച് പ്രാരബ്ധം ബാക്കിയുണ്ടേ. അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കൊന്നും വേണ്ട. ഗന്ധർവ അധിപതിയായിട്ട് 1,00,000 വർഷം എൻ്റെ ഈ ലീലകളെ പാടി നടന്നോളും. അപ്സരസുകളുണ്ടാവും, കൊട്ടും വാദ്യവും പാട്ടും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ നടന്ന് എൻ്റെ സ്തുതി ആയിട്ട് എൻ്റെ ലീലകളെ പാടി നടന്നോളും. അങ്ങ് വേഗം തന്നെ ഈ 1,00,000 വർഷം എന്നുള്ള ഒരു നിമിഷം പോലെ പോയി കിട്ടും. പിന്നെ അങ്ങ് എന്നിൽ എത്തിച്ചേരും കേട്ടോ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അനന്ത ഭഗവാൻ മറയുകയും ചെയ്തു. ഇങ്ങനെ 16-ാമത്തെ അധ്യായം കൂടി കഴിഞ്ഞു. ഇനി ആ ചിത്രകേതുവാണ് ഈ പാർവതിയുടെ ശാപം കൊണ്ട് വൃത്രനായിട്ട് തീർന്നത് എന്ന് അടുത്ത അധ്യായത്തിൽ പറയണം. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ.